അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ്ലാമിൽ ഡിസിപ്ലിൻ എന്ന കൺസെപ്റ്റ് ഉണ്ടോ, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഡിസിപ്ലിനോട് കൂടി നമുക്ക് എങ്ങനെ നമ്മൾ നല്ല ഡിസിപ്ലിനോട് കൂടി ജീവിച്ച് നമുക്ക് എങ്ങനെ സക്സസ്സിലോട്ട് എത്താമെന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽ ഒന്നാണ് ഡിസിപ്ലിൻ. അതൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രതിഫലിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇസ്ലാമിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ഇന്ന കാര്യങ്ങൾ ഹറാമാണ്. ബട്ട് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ റൂൾസും റെഗുലേഷൻസും എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൻ്റെ പിറകിൽ ജം ഓഫ് ബെനഫിറ്റ്സ് ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് ഡിസിപ്ലിൻ എന്നുള്ളത്. ഇനി ഒരു യഥാർത്ഥ വിശ്വാസി അള്ളാഹു എന്തു പറയുന്നു അതിനെ അതുപോലെ അനുസരിച്ചിരിക്കും. അവർ ഒരു റീസണും തേടി പോവുകയില്ല. ഇനി നമ്മൾ ഡിസിപ്ലിൻ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ചട്ടം പാലിക്കുക, ഉത്തരവാദിത്വം, നിയന്ത്രണം, ക്രമം എന്നൊക്കെ പറയാം. ഇനി ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പകർത്തുന്നതെന്ന് വെച്ചാൽ, ഓരോ മുസ്ലിമിൻ്റെയും ജീവിത രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, എന്നിട്ടാണ് നമ്മുടെ മറ്റുള്ള എല്ലാ ജോലികളിലേക്കും നമ്മൾ ഏർപ്പെടുന്നത്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ തുടക്കം തന്നെ ക്രമത്തിലാണ്. ഇനി നമ്മൾ നിസ്കരിക്കാത്ത ആളാണ്, ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഒരുപാട് സന്തോഷത്തിൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും. നമുക്ക് ഈ 5 വക്ത നിസ്കാരം ഉണ്ട്, അത് സമയത്ത് തന്നെ നിർവഹിക്കണം. നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമായി തന്നെ പ്രാർത്ഥനയ്ക്ക് തയ്യാറാവണം. ഈ നമസ്കാരത്തിൽ തന്നെ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ട്, അത് കൃത്യമായി തന്നെ തക്ബീർ, റുക്കൂ, സുജൂദ് എല്ലാം അതിൻ്റെ കൃത്യമായി തന്നെ നിർവഹിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നിസ്കാരം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ചെയ്യേണ്ടതാണ്. അതിൽ വളരെ ഭംഗിയായിട്ട് ഇസ്ലാമിൽ ഡിസിപ്ലിൻ എന്ന കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ മാനവരാശിക്ക് തന്നെ ഒരുപാട് ബെനഫിറ്റ് കൊണ്ടുവരുന്ന, ഒരുപാട് സമാധാനം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് താനും. ഇനി നമ്മുടെ സ്വഭാവത്തിൽ ഡിസിപ്ലിൻ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കാം. നമ്മുടെ ആത്മനിയന്ത്രണം, അതായത് സെൽഫ് കൺട്രോൾ, ഇത് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു മതമാണ്. സെൽഫ് കൺട്രോൾ ആവണം എന്ന് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം. ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര മനോഹരമായിട്ടാണ് ആത്മനിയന്ത്രണത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്നത്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഒരുപാട് വിചാരങ്ങൾ വരും. ദേഷ്യം, സങ്കടം, അസൂയ, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെ സംയമനം പാലിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശക്തനാകുന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കുന്നവനല്ല, മറിച്ച് തൻ്റെ കോപത്തെ നിയന്ത്രിക്കുന്നവനാണ് എന്ന്. മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, പെരുമാറണം, എങ്ങനെ അവരെ റെസ്പെക്റ്റ് ചെയ്യണം, കഠിന സമയങ്ങളിൽ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം, സ്ത്രീകളോട് എങ്ങനെ ഏത് രീതിയിൽ പെരുമാറണം എന്നൊക്കെ വളരെ കൃത്യമായി ക്രമം തെറ്റാതെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇസ്ലാം. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തി സമയത്തെ മാനിച്ചിരിക്കും. അത് ഈമാനിൻ്റെ അടയാളമാണ്. ഇസ്ലാം പറയുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ സമയത്തും അതിൻ്റേതായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക എന്നതാണ്. സമൂഹത്തിനൊരു മാതൃകയാകുക, സമയത്തെ മാനിക്കുക, ശരീരത്തെ ശുദ്ധമാക്കുക, മനസ്സിനെ കൺട്രോൾ ചെയ്യുക. ഇസ്ലാമിൻ്റെ ഡിസിപ്ലിൻ കാണാൻ പറ്റുന്ന മേഖലയാണ് ഇബാദത്ത്, വസ്ത്രം, സമയം, സംസാര ശൈലി എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഇബാദത്ത് ക്രമം പാലിച്ച് ചെയ്യുക. വസ്ത്രം ഹിജാബ് അല്ലെങ്കിൽ മോഡസ്റ്റി ആയിട്ടുള്ള ഫുൾ കവർ ചെയ്തിട്ടുള്ള വസ്ത്രം ധരിക്കുക. അതിരാവിലെ എഴുന്നേൽക്കുക, സമയത്ത് നിസ്കരിക്കുക, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ശാന്തമായ ശുദ്ധമായ ഭാഷ ഉപയോഗിക്കുക, ഗോസിപ്സ് ഒഴിവാക്കി സംസാരിക്കുക. ഇങ്ങനെയൊന്ന് ശീലിച്ച് നോക്കൂ. നമ്മൾ അറിയാതെ നമ്മൾ സക്സസ്സിലോട്ട് പോകും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മൾ വിജയിക്കും ഇൻഷാ അല്ലാഹ്. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരാൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുന്നത് ജീവിതം ക്രമപ്പെടുത്തുമ്പോഴാണ്. അതൊരു പാഠമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു മുസ്ലിമിൻ്റെ ജീവിതം എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം. അതുതന്നെയാണ് നമ്മുടെ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിക ഡിസിപ്ലിൻ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അതിൻ്റെ പ്രകാശം നമ്മുടെ മുഴുവൻ ജീവിതത്തിൽ കാണാം. അള്ളാഹു നമ്മെ ആ ക്രമത്തിലേക്കും ആത്മശുദ്ധിയിലേക്കും നയിക്കട്ടെ. ആമീൻ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.